കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചതിക്ക് മറുപടി ചതി തന്നെയാ രാജേശ്വരി. വേണ്ട ചേച്ചി, ആൾക്കാരൊക്കെ നോക്കിയേക്കുക. പോരാത്തതിന് പോലീസും ഉണ്ട്. അകം വേവുന്നത് ഓരോ അറിയണ്ട. അപ്പോ എങ്ങനാ രാജേശ്വരി ബാക്കി അജണ്ട? എന്താ രഞ്ജിനി മോളെ, ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ? നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഈ ഭൂമിയിലോ വീട്ടിലോ ഹോട്ടലിലോ യാതൊരു അവകാശവും ഇല്ലെന്നാ രാജേശ്വരി ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. നീ കാത്തു. രാജേശ്വരി, ആ മുദ്രപത്രം ഇങ്ങിതാ. തരാനല്ലേ പറഞ്ഞേ? ശാരദാമ്മേ, ഇത് കൈവച്ചോ. ഭദ്രമായി സൂക്ഷിച്ചോണം. നന്ദിയുണ്ട് രഞ്ജിനി മോളെ. ശാരദയുടെ ഇത്ര നാളത്തെ കണ്ണീരിന്റെയും ചോരയുടെയും വേർപ്പിന്റെ ഒക്കെ വിലയായത്. ആ, നീ സിനിമയും സീരിയലും ഒക്കെ കാണാറില്ലേ ബാലേന്ദ്ര? അതിൽ നല്ല വൃത്തിയായിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണെന്ന്. പക്ഷേ ഈ സീനിൽ അങ്ങനെ ഒരു കാർഡിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു സ്ത്രീക്കെതിരെ നടത്തിയ അക്രമത്തിന് മറ്റൊരു സ്ത്രീ കണക്ക് ചോദിക്കുന്നതാ. അടങ്ങി നിൽക്ക് രാജേശ്വരി, ഇല്ലെങ്കിൽ എടുത്ത് അകത്താക്കും ഞാൻ. ACP ഓഫീസ് കുടുംബശ്രീയുടെ ചായ്പിനോട് ചേർന്നാണോ അല്ലയോന്ന് കാണിച്ചു തരുഞ്ഞ്. വീട്ടിലും ജോലി സ്ഥലത്തും അതിക്രമിച്ചു കടക്കൽ, വധശ്രമം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, വ്യാജരേഖ നിർമ്മാണം, യൂണിഫോമിലുള്ള പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തൽ. അങ്ങനെ വകുപ്പുകൾ കുറെ ഉണ്ട്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലൊക്കെ ഇപ്പൊ നല്ല ഫെസിലിറ്റീസാ. എന്താ, ഒന്ന് കാണുന്നുണ്ടോ? തൽക്കാലം ജയിച്ചു എന്ന് കരുതി അഹങ്കാരം വേണ്ട ശാരദേ. ഇവിടുന്ന് ഒരു പിടി മണ്ണ് കൊണ്ട് പോവാ പൂജാമുറിയിൽ ഉഗ്രശക്തിയുള്ള ദൈവത്തിന്റെ മുമ്പിൽ വെക്കാൻ. നീയും നിന്റെ മക്കളും ഈ മണ്ണിൽ നിന്ന് നടന്നൊഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചത്തൊഴിയും. കണ്ടോ നീ? തോറ്റുപോകുന്നവര് പറയുന്ന പഞ്ച് ഡയലോഗ് ഒന്നും വേണ്ട. നിങ്ങൾ പോവാൻ നോക്ക് രാജേശ്വരി, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ. വാടാ. മോളെ, അമ്മേ, മോളെ രഞ്ജിനി. ആ
ആ കഴിഞ്ഞോ മോളെ? കഴിഞ്ഞ മാവാ. അല്ല, സാറെങ്ങനെ അറിഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങള്? ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങള് മുന്നേ അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടാ രഞ്ജിനി മോൾ ഇങ്ങോട്ട് വന്നത്. നന്ദിയുണ്ട് കുറുപ്പ് സാറേ. നന്ദി പറയേണ്ടതേ എന്നോടല്ല, ഈ നിൽക്കുന്ന ഗോപാലകൃഷ്ണനോടാണ്. ഈ കാര്യങ്ങളെല്ലാം എന്നോട് വിളിച്ചു പറഞ്ഞത് ഇയാളാ. മുദ്രപത്രത്തിലെ അക്ഷരങ്ങള് തനിയെ മാറിയെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഗോപാലേട്ടൻ മാപ്പാക്കണം. ഒരു നിമിഷത്തേക്കെങ്കിലും ഗോപാലേട്ടനെ സംശയിച്ചു പോയി ഞാൻ. ഗോപാലകൃഷ്ണന്റെ രക്തത്തിലുള്ളത് ചതിന്ന് രാജേശ്വരി പറഞ്ഞത് സത്യമാണ്. പക്ഷേ ശാരദയുടെ രക്തം കലർന്നു കഴിഞ്ഞപ്പോ അത് മാഞ്ഞുപോയി. എന്റെ ജീവൻ കെടാവിളക്ക് പോലെ കാത്തുവെച്ച നിന്നെയും മക്കളെയും ചതിക്കില്ല ഗോപാലകൃഷ്ണൻ. അപ്പോ ഞാനിനി പോട്ടെ അമ്മാവാ. ശാരദാമ്മേ. ആ മോളെ. ഞാനും ഇനി നിൽക്കുന്നില്ല ശാരദ, പോയേ പറ്റൂ. ഞാൻ തന്നെ തിരഞ്ഞെടുത്ത വഴി, മരിക്കും വരെ അതുവഴി നടന്നേ പറ്റൂ. മാപ്പ് തരണോ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന്? സാരമില്ല മോളെ, അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ ജീവിതാന്ത്യം വരെ ശപിക്കാനുള്ള പാപങ്ങളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടെന്ന്. ആ കണക്കിൽ വരവ് വെച്ചോളാം. എന്തായാലും എന്റെ മക്കള് പേടിക്കണ്ട, നിങ്ങളെ ഈ മണ്ണി നിറക്കി വിടാൻ ആരും വരില്ല. ഗോപാലകൃഷ്ണന്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്ന കാലത്തോളം. അച്ഛാ, ശാരദേ. ശരി ശരി. നിങ്ങളുടെ പദ്ധതികൾക്ക് ഫലം കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാ രാജേശ്വരി ചേച്ചി. കാരണം നിങ്ങളുടെ പാളയത്തിൽ തന്നെ ഒരു ഒറ്റുകാരനുണ്ട്. ഒറ്റുകാരൻ മാത്രമല്ല,
നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്കെതിരെ കളിച്ചോണ്ടിരിക്കുക അയാള്. ഇവനോ? ഹലോ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഈ ഡ്രൈവർ ഇതെവിടെ പോയി? അയ്യോ, ഈശ്വര, ഇവനെ ഒന്നും ഒരു വണ്ടി ഇടിക്കുന്നില്ലല്ലോ. അതെ, ദൈവന്റെ പ്രാർത്ഥന കേട്ടോ? എവിടെ നോക്കിയാ വരുന്നേ? ഐ എം സോറി ഏട്ടാ. ഫോട്ടോ എവിടെ പോയി? ഈശ്വര, എന്റെ ഫോട്ടോ. ഈ രോഹിതിനെ തേച്ചിട്ട് പോവാന്ന് കരുതിയോ നീ? ഈ ലോകത്തിന്റെ ഏത് കോണി പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തൂക്കും. ഹലോ, ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കട്ടെ. ഈ കുട്ടിയോ? അതെ, ഈ കുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെയോ? ഇത് ചേട്ടന് പരിചയമുള്ള കുട്ടിയാണോ? ഇപ്പൊ കണ്ടതാ. ഇവിടെ എവിടെയാ താമസിക്കുന്നത് അറിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ കുഴഞ്ഞു പോകും. താങ്ക്സ് ചേട്ടാ, ഞാൻ അകത്താരോടെങ്കിലും ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കുക. അത് ശരിയാ. എവിടെയായിരുന്നു താൻ? മാഡം, ഞാൻ അപ്പുറത്ത്. വേഗം വണ്ടി എടുക്ക്. ശരി മാഡം. അവർക്കറിയാവോ? ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം. ഇനി ഇവിടെ വന്നാൽ എന്നെ ഒന്ന് അറിയിക്കണം. പറ്റുമെങ്കിൽ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചറിയണം. ഫോൺ നമ്പർ ഇങ്ങനെ തന്നാൽ മതി. നോട്ട് ചെയ്തു. സേവ് ചെയ്തു. ഓക്കെ ഏട്ടാ, എന്നാ താങ്ക്സ്. ശരി, വിളിച്ചു പറയാം. അപ്പൊ എന്നെ കണ്ടിട്ടുണ്ട് നീ? ഒരു നോട്ടം മതി സുസ്മിതേ, ആസിഡിന്റെ തുള്ളി പോലെ ആ കാഴ്ച നിന്നിലേക്ക് ആഴ്ന്നിറങ്ങാൻ. ഇനി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളാ സുസ്മിതേ.
ചേച്ചി കുറച്ചും കൂടി ഇങ്ങ് എടുത്തോ. എന്നാന്നറിയില്ല, മുടിഞ്ഞ വിശപ്പ്. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അല്ലടിയാ, ഈ പോലീസും കുടിയൊഴിപ്പിക്കലൊക്കെ ആയിട്ട് ആകെ ജഗപൊകയായിരുന്നല്ലോ. അതിന്റെ ഒരു ആവേശത്തില് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ മറന്നു. ദാ. മടിക്കണ്ടേ ചേച്ചി, മുഴുവനും കിട്ടോ. ഇവനൊന്നും ഭക്ഷണം കണ്ടിട്ടില്ലേ? എനിക്കും കൂടി കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. ഗോപാലേട്ടന് പ്രത്യേകം മാറ്റിവെച്ച ഉപ്പുമാവുണ്ട്, കൊണ്ടുവരട്ടെ. ആ, കൊണ്ടുവാ. അവിടെ ഇരിക്കളിയാ കേട്ടളിയാ, നമ്മൾ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ശാരദാമ്മയും മക്കളെയും കുടിയൊഴിപ്പിക്കണമെന്ന് ചേച്ചി വാശി പിടിക്കുമ്പോഴെല്ലാം കട്ട സപ്പോർട്ടായിരുന്നു അളിയെ. ഇടയ്ക്ക് അപ്പുറത്തേക്ക് ആളിയനൊരു ചായ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾക്കൊപ്പം തന്നെ നിന്ന് 30 പവൻ സ്വർണമാണെന്ന് പറഞ്ഞ് ശാരദാമ്മയ്ക്ക് മുക്കുവണ്ടം കൊടുത്തതും അതിനു പകരം അവരുടെ വീടും ഭൂമിയൊക്കെ എഴുതി വാങ്ങിയതും ആളിയൻ അറിയാതെ നടത്തിയ തറക്കളിയാണെന്ന് സമ്മതിച്ചു. എങ്കിലും അളിയൻ മനസ്സുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പ്രതീക്ഷിച്ച പോലെ തന്നെ അളിയൻ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തു. അല്ലേ അളിയ? നീ ഭക്ഷണം കഴിക്കാനാണോ ബാലേന്ദ്ര ഇരിക്കുന്നത്? അളിയൻ എന്താ അത്ര ദേഷ്യം? കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് ഇരിക്കാലോ. ശാരദാമ്മയും മക്കളും കണ്ണീരും കയ്യുമായിട്ട് പടിയിറങ്ങുന്ന ദൃശ്യം കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിലാ ഇന്ന് രാവിലെ സത്യം പറഞ്ഞ കണ്ണു തുറന്നു തന്നെ. പക്ഷെ എന്ത് ചെയ്യാന്, ആ മുദ്രപത്രത്തിൽ എഴുതിയതും മൊത്തം മാറിപ്പോയില്ലേ. അതെന്ത് മറിമായാണോ എന്തോ. ആ രാജേശ്വരി, എന്താ ഇത്? അയ്യോടാ, ഉപ്പുമാവല്ലേ? അല്ല ചേച്ചി, ഇത് മണല്ല. മണലോ? അതെ ചേച്ചി, മണല് തന്നെ. അയ്യോടാ, ഞാൻ ഉപ്പുമാവാണല്ലോ ഉണ്ടാക്കി വെച്ചിരുന്നത്. അങ്ങനെ പലതും സംഭവിക്കും ചേച്ചി. ഈ മുദ്രപത്രത്തിൽ എഴുതിയത് മാറാവുന്നുണ്ടെങ്കിൽ ഉപ്പുമാവിന് പകരം കുഴിമണലാകാമല്ലോ. സംശയിക്കണ്ട കളിയാ, ഇതേ കുട്ടിച്ചാത്തന്റെ കളിയാ. ഞാനിത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൽ ഉറപ്പായിട്ടും കുട്ടിച്ചാത്തനുണ്ട്. നേരാടാ, ഈ പറഞ്ഞത് സത്യമാണെന്നേ എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസേ ഞാനിട്ട കണ്ണിമാങ്ങ അച്ചാറിന് പകരം ഭരണിയിൽ ഇപ്പോ കരിങ്കല് കിടക്കുന്നു. കഞ്ഞിവെള്ളം കള്ളായി മാറുന്നു. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അളിയാ, ഇനിയിപ്പൊ നമ്മള് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുകയെ ചെളിയേ. പാവത്തിന് വിശക്കുന്നുണ്ട്. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാടാ? നിനക്ക് തന്നത് കൂടാതെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഭക്ഷണമായിട്ട്. അയ്യോ, ചോറ് വെക്കാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ചാക്കരി അറക്കപ്പൊടിയായി. സോറി അളിയ, ഞാനിത് കഴിച്ചുപോയി. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് തരാൻ ഇനി. കുടുംബശ്രീന്ന് പോയി കഴിക്കാൻ പറയടാ. അവിടെ ഒരു ഹോട്ടല് മൊത്തത്തിൽ തുറന്നു വെച്ചിരിക്കുകയല്ലേ. ഇപ്പൊ അവിടുത്തെ രുചിയല്ലേ പിടിക്കൂ. നന്നായിട്ട് പൊള്ളി അല്ലേ ചേച്ചി? പൊള്ളണോടാ, അല്ലെങ്കിൽ രാജേശ്വരി ഒരു മണ്ടിയാണെന്ന് അയാൾക്ക് തോന്നില്ലേ? അയാളെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്റെ ചിരകാല സ്വപ്നം
കയ്യത്തും ദൂരത്തു നിന്ന് അയാൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. അതിന് പകരം കുട്ടിച്ചാത്തന്റെ അല്ല, ലോകത്തെ സകല ചാത്തന്മാരുടെയും കളി ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും.